1000, 500 രൂപ നോട്ടുകൾ പിൻവലിച്ചത് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നാരോപിച്ച് നൽകിയ പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ. സർക്കാർ തീരുമാനത്തിൽ ഈ ഘട്ടത്തിൽ കോടതി ഇടപെടുന്നില്ല. അതേസമയം ഹർജിക്കാരൻ ഉന്നയിച്ച ഭരണഘടനാപരമായ ചോദ്യങ്ങളും നിയമപ്രശ്നങ്ങളും കോടതി വിശദമായി പരിശോധിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് ടി.എസ്. താക്കൂർ അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. നോട്ട് പിൻവലിക്കൽ സാധാരണ ജനങ്ങൾക്കുണ്ടാക്കിയ അസൗകര്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. ജനങ്ങൾ പണത്തിനായി മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. പൊതുജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് ഒഴിവാക്കണം. ഇതിനായി സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് കോടതി ഉത്തരവിട്ടു. നോട്ട് പിൻവലിക്കൽ കള്ളപ്പണത്തിനെതിരായ സർജിക്കൽ സ്ട്രൈക്കാണെന്നാണ് സർക്കാർ പറയുന്നത്. പൊതുജനങ്ങളെ നിലംപരിശാക്കുന്ന കാർപ്പറ്റ് ബോംബിംഗ് ആണെന്ന് ഹർജിക്കാരൻ പറയുന്നു. രണ്ടായാലും അനുഭവിക്കുന്നത് പൊതുജനമാണെന്നും കോടതി നിരീക്ഷിച്ചു. കള്ളപ്പണം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്തുന്നതാണ്. ഇത് ഇല്ലാതാക്കാനാണ് സർക്കാർ തീരുമാനമെന്നും ഇതുവരെ 3 ലക്ഷം കോടി രൂപയുടെ പഴയ നോട്ടുകൾ ബാങ്കുകൾ സ്വീകരിച്ചുവെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. 11 കോടി രൂപയുടെ പഴയ നോട്ടുകൾ മാറ്റി നൽകുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നതെന്നും അഡ്വക്കേറ്റ് ജനറൽ മുകുൾ റോഹ്തക്കി കോടതിയോട് പറഞ്ഞു. മീഡിയ 1 ഡൽഹി.